അതല്ലേ. അപ്പോൾ ഇന്ന് ഏട്ടനും അനിയനും വേണ്ടിയിട്ട് ഒരു 1 വീക്കിലേക്കുള്ള കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഒന്ന് വാങ്ങാൻ പോവാന്ന് കരുതി. രാവിലെ ഒരു 7:30 ആയപ്പോൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ത്രീകള് നോർമലി നമ്മളൊരു കടയിൽ പോവാണെന്നുണ്ടെങ്കിൽ ഒരു 2, 3 പ്രാവശ്യമെങ്കിലും നമ്മൾ സാധനങ്ങൾ എടുക്കണോ വേണ്ടയോ നല്ലതാണോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും വാങ്ങൽ. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഫുഡ് ഐറ്റംസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ പറയേ വേണ്ട. 3, 4 പ്രാവശ്യം എന്തെങ്കിലും കേടുണ്ടോ, എന്തെങ്കിലും പൊട്ടലുണ്ടോ, ചീഞ്ഞതാണോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും എടുക്കുക. പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ കാര്യം കൂടെ ആകുമ്പോൾ ഈ 3, 4 എന്നൊക്കെ പറയുന്നത് ഒരു 7, പ്രാവശ്യമെങ്കിലും നമ്മൾ ശരിക്കും നോക്കാറുണ്ട്. നോക്കിയിട്ട് തന്നെയായിരിക്കും എടുക്കുക. എനിക്കതിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള തോന്നിയൊരു കാര്യം ഈ അവക്കാഡോ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. കഴിഞ്ഞ 4, 5 പ്രാവശ്യം വാങ്ങിയ 4 അതുപോലെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്നും ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ആവക്കാഡോ നല്ലതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒരു ധാരണയില്ല. ഞാൻ മക്കൾക്ക് നോർമലി ഇതുപോലെ ഒരു 1 വീക്കിലേക്കുള്ള സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി സ്റ്റോർ ചെയ്യലുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഓരോ വെജിറ്റബിളും ഫ്രൂട്ട്സും കൊടുക്കുക എന്നൊരു ധാരണയിൽ തന്നെയായിരിക്കും ഞാൻ ഓരോ സാധനങ്ങളും വാങ്ങും. പോണേന് മുമ്പ് തന്നെ എനിക്കൊരു ഐഡിയ ഉണ്ടാവും എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം എന്നുള്ളത്. എന്നും നമ്മൾ ഒരേ സാധനം തന്നെ ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കുക നിന്ന് കഴിഞ്ഞാൽ ഓൾറെഡി അവർ ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനിടയിൽ നമ്മൾ എന്നും ഒരേ ടേസ്റ്റ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അതും പാടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 7 ദിവസവും മാക്സിമം മാറി മാറി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഫുഡ്സ് കൊടുക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്ന് കരുതി. സത്യം പറഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂറൊക്കെ ടൈം എടുത്തിട്ടായിരിക്കും ഞാൻ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവുക. ഈ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും നല്ലതാണോ വീണ്ടും വീണ്ടും മാറ്റിയെടുത്തിട്ടൊക്കെയാണ് ഞാൻ വാങ്ങൽ. അപ്പോൾ ഇനി ഇതിനെ സാധനങ്ങൾ വാങ്ങലും മാത്രമല്ല, ഇനി ഇതിനെ നമുക്കൊരു 1 വീക്കിലേക്ക് നമ്മൾക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയും വേണമല്ലോ. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ഒരു 1 വീക്കിലേക്കുള്ള ഈ ഒരു ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ എങ്ങനെയാണ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നുള്ളത് അടുത്ത പാർട്ടിൽ കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സോ താങ്ക് യു.